കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിനകത്ത് ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഒരു ഘട്ടത്തിൽ ടി ഗോവിന്ദേട്ടൻ ഈ പയ്യന്നൂർ മണ്ഡലത്തിൽ പയ്യന്നൂരിന്റെ ഭാഗമായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. അന്ന് അദ്ദേഹം നേടിയിട്ടുള്ള 1,00,000-ലധികം വോട്ടിന് ഇത്തവണ MV ബാലകൃഷ്ണ മാസ്റ്റർ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്താ അങ്ങനെ പറയാൻ കാര്യം? ഒന്ന്, നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിലേക്ക് ഈ മണ്ഡലത്തിലെ പരമാവധി വോട്ടർമാരെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോ നാട്ടിലാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാലകൃഷ്ണ മാഷ് നേരിട്ട് തന്നെ പരമാവധി ജനങ്ങളെ കണ്ട് വോട്ടഭ്യർത്ഥിച്ച് ഒരു അനുകൂല തരംഗം ഒരുപക്ഷെ 5 വർഷം ജനങ്ങളുടെ കൂടെ ആയിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ. കഴിഞ്ഞ തവണ നമ്മളൊരു ഇവിടെ ഒരു ചർച്ച നടന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന MP പാർലമെന്റിനകത്ത് എന്ത് സംഭാവന നൽകി എന്നതാണ് കാസർഗോഡ് പാർലമെന്റിനകത്തെ വോട്ടർമാർ എന്നുള്ള നിലയിൽ നമ്മുടെ ചോദ്യം. ആ ചോദ്യത്തിന് ഈ സമയം വരെയും ഉത്തരം നൽകുന്നതിന് വേണ്ടി ബ്രിജേഷിന് സാധിച്ചിട്ടില്ല. നമ്മുടെ തൊട്ടടുത്ത അതിന് കൃത്യമായി മറുപടി പറയാൻ വേണ്ടി പറ്റിയില്ല. ആകെ പറഞ്ഞത് 90 കോടിന്റെ വികസനം മാത്രമാണ് പറഞ്ഞത്. ഈ 600 ചില്ലറ കോടി എവിടെ ഈ പാർലമെന്റ് മണ്ഡലത്തിനകത്ത് സംഭാവന ചെയ്തു എന്ന് പറയുന്നതിന് വേണ്ടി ഈ പറയുന്ന ഉണ്ണിത്താന്റെ പ്രതിനിധിയായി വന്നിട്ടുള്ള ബ്രിജേഷിന് സാധിച്ചിട്ടില്ല. ഇവിടെ തൊട്ടടുത്ത പഞ്ചായത്തിൽ ഇപ്പൊ റിപ്പോർട്ടർ ചാനൽ തന്നെ അവിടെ ഈ വലിയ പറമ്പ് പഞ്ചായത്ത് എന്ന് പറയുന്ന പഞ്ചായത്തിൽ നിങ്ങളെല്ലാം പോയി കണ്ടതാണ്. ആ പഞ്ചായത്തിലെ ചെറുപ്പക്കാരെല്ലാം ചേർന്ന് കഴിഞ്ഞ ദിവസം ഒരു മത്സരം നടത്തി. 10 ദിവസം മുമ്പാണ് ആ മത്സരം നടക്കുന്നത്. ആ മത്സരത്തിൽ ആ പഞ്ചായത്തിൽ ഒരു കുറ്റിപ്പൻസലെങ്കും സംഭാവന ചെയ്യുന്നതിന് വേണ്ടി രാജ്മോഹൻ ഉണ്ണിത്താൻ പാർലമെന്റ് പ്രതിനിധി എന്നുള്ള നിലയിൽ MP എന്നുള്ള നിലയിൽ ആ പഞ്ചായത്തിൽ എന്തെങ്കിലും ഒരു സംഭാവന നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫുൾ കുഴിമന്തി ചെറുപ്പക്കാർ സംഭാവന ചെയ്യും എന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ 10 ദിവസം കഴിയപ്പോഴും ഒരു ഫോട്ടോയും കുഴിമന്തിയുടെ മത്സരം കൂടിയുണ്ട് ഇവിടെ. പറഞ്ഞോ, എന്താ സാധ്യത? തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കും. എന്തുകൊണ്ട്? ഇവിടെ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഇപ്പോഴുള്ള സിറ്റിംഗ് MP ഈ കാസർഗോഡ് മണ്ഡലത്തിൽ ചെയ്തത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൈമാസ്റ്റ് ലാമ്പ് അല്ലാതെ കണ്ട് അതിവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്യും. അത് മാത്രം വർഷമായി കേരളം ഭരിക്കുന്നത് പിണറായി വിജയനല്ലേ? ആ പിണറായി വിജയൻ കാസർഗോഡ് ചെയ്യാത്തത് 17 കോടിയായിട്ട് എങ്ങനെയാണ് ഒരു MP ചെയ്യുന്നത്? സാർ, കാസർഗോഡ് MPക്കില്ലേ ഫണ്ട്? ആ MP കാസർഗോഡ് മണ്ഡലത്തിൽ ചെയ്യണ്ടേ? നിങ്ങൾക്ക് MLA ഇല്ലേ? MLA ചെയ്യുന്നുണ്ടല്ലോ. MLA ചെയ്ത വികസനങ്ങൾ എണ്ണി ഞങ്ങൾ പറയാലോ. MLA ചെയ്യുന്ന വികസനങ്ങൾ ഇവിടെ ഇടതുപക്ഷ മുന്നണി കേരളത്തിൽ ഭരിക്കാൻ തുടങ്ങി 7 വർഷം എന്തൊക്കെ വികസനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് വികസനം വന്ന് സപ്ലൈകോയിൽ സാധനങ്ങൾ വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി. ആ സപ്ലൈകോയിൽ അടക്കം സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് സപ്ലൈകോയിൽ സാധനങ്ങൾ കുറഞ്ഞു എന്നുള്ളതിന്റെ കാരണം കൂടി അന്വേഷിക്കണം. എന്തുകൊണ്ടാണ്? ആരാണ് കേന്ദ്രം ഭരിക്കുന്നത്? BJP. എന്താണ് കേരളത്തിൽ തരേണ്ട ഫണ്ട് മാത്രം വെട്ടിക്കുറക്കുന്നു? മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നമുക്ക് തരേണ്ട ഫണ്ടുകൾ വെട്ടിക്കുറക്കുന്നതിന് വേണ്ടി കേരളത്തെ മാത്രം എന്ത് വ്യത്യസ്തമായി കാണുന്നു? കേരളത്തോട് എന്തുകൊണ്ട് അവഗണന കാണിക്കുന്നു? കേരളം ഇടതുപക്ഷമായതുകൊണ്ട്, ഇടതുപക്ഷം ഇവിടെ നന്നായി ഭരിക്കുന്നുണ്ട്, വികസനത്തിന്റെ കുതിപ്പിലാണ് ഇടതുപക്ഷം. അതുകൊണ്ട് ഇടതുപക്ഷത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി കേരളത്തോട് അവഗണന കാണിക്കുന്നു. ആ അവഗണനയാണ് കേരളത്തിന്റെ വികസനം. ഈ MPക്കും അവഗണനയുണ്ട്. അത് ശരി. അപ്പൊ MPക്കും അവഗണനയുണ്ടെന്നാണ്. എന്താ നിലപാട്? പറഞ്ഞു. ഇവിടെ LDFന്റെ പ്രതിനിധി സൂചിപ്പിച്ചത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട LDFന്റെ സ്ഥാനാർത്ഥി ജയിക്കും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത്തവണ ജനങ്ങളെ കാണാനുള്ള വലിയ പ്രവർത്തനം അദ്ദേഹം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്താ, 5 വർഷം പുറകെ നടന്ന തെരഞ്ഞെടുപ്പിൽ സതീഷ് ചന്ദ്രൻ മത്സരിക്കുമ്പോൾ ജനങ്ങളെ ഇവർ കണ്ടിട്ടില്ലേ? അന്ന് നമ്മൾ 40,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ MP രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഇവിടെ ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം വന്നിട്ടുള്ള 5 വർഷം അദ്ദേഹം ഈ മണ്ഡലത്തിനകത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ, ഇവിടെ LDFന്റെ പ്രതിനിധി ദിവ്യേച്ചയുണ്ട്. ദിവ്യേച്ചയോട് ഒരു ചോദ്യം. ഇവിടെ പയ്യന്നൂരിന്റെ ചുറ്റുവളവിൽ 10 കിലോമീറ്റർ പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലും P കരുണാകരൻ MP ആയിരുന്നപ്പോൾ ചെയ്ത 5 പദ്ധതികൾ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാനിവിടെ 15 പദ്ധതികൾ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആയതിനു ശേഷം ഈ പയ്യന്നൂർ മണ്ഡലത്തിലും അതുപോലെ 10 കിലോമീറ്റർ ചുറ്റളവിൽ നടത്തിയത് പറയാൻ തയ്യാറാണ്. ആ രീതിയിൽ വലിയ രീതിയിലുള്ള വികസനം നടത്തിക്കൊണ്ട് വികസന നായകനായി രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. 1,00,000 ഭൂരിപക്ഷത്തിന്റെ മുൻവിജയത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഈ കാസർഗോഡ് പാർലമെന്റിൽ നിന്നും പാർലമെന്റ് അംഗമായി കടന്നു പോകും. പക്ഷെ ചോദ്യം, ആ പാർലമെന്റ് അംഗം കഴിഞ്ഞ 5 വർഷം പാർലമെന്റിൽ എന്ത് ചെയ്തു എന്നത് ചോദ്യമാണ്. അപ്പൊ ഈ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചത് അവിടെ നിൽക്കട്ടെ, അത് ഒഴിച്ചു നിർത്തിയാൽ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളുടെ പ്രശ്നങ്ങളും, അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ മലയോര പ്രദേശമുണ്ട്, അവിടുത്തെ വന്യജീവികളുടെ പ്രശ്നമുണ്ട്, പരിഹരിച്ചോ? അദ്ദേഹം പാർലമെന്റിൽ പരിഹരിക്കുന്നതിന് നിയമത്തിൽ ഭേദഗതി വന്നോ? പാർലമെന്റ് അംഗത്തിന്റെ പ്രധാനപ്പെട്ട കടമ 1972 വന്യജീവി നിയമത്തിൽ ഭേദഗതി വന്നോ? കേരളത്തിന് വേണ്ടി ഈ MP മാർ ശബ്ദമുയർത്തിയോ? ആങ്കറോട് ഒരു കാര്യം പറയാനുള്ളത്,
കേന്ദ്രം ഭരിക്കുന്നത് ഇപ്പോ UPA ഗവൺമെന്റ് അല്ല, ഇപ്പൊ BJP ഗവൺമെന്റ് ആണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോഴല്ലേ രാജ്മോഹൻ സമരം ചെയ്യേണ്ടത്? പരിമിതി സമരം ചെയ്തിട്ടുണ്ടല്ലോ. എവിടെ? എത്ര തവണ സമരം ചെയ്തു? ചെറുപുഴയിൽ ഉൾപ്പെടെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യുടെ നേതൃത്വത്തിൽ നിരാഹാര സമരം നടത്തിയിട്ടുണ്ട് ഇതേ വിഷയത്തിൽ. തെളിവാണെങ്കിൽ ഞാൻ ഇപ്പം കാണിക്കാലോ. ചെറുപുഴ ഡൽഹി നടത്തേണ്ട സമരം ചെറുപുഴ നടത്തിയിട്ട് എന്ത് കാര്യം? ഡൽഹിയിലല്ലേ ദില്ലി ചലോ സമരം നടത്താൻ മാത്രമേ അദ്ദേഹത്തിന് സാധിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ അദ്ദേഹത്തിന് സമരം നടത്തിയതിന്റെ പേരിൽ സസ്പെൻഷൻ, BJP ഗവൺമെന്റ് അച്ചടിച്ചു കൊടുത്ത സസ്പെൻഷൻ വാങ്ങി വന്നത് അഭിമാനത്തോടെ ഞങ്ങൾ. ആരാണ് ഈ മണ്ഡലത്തിൽ എന്താണ് പറഞ്ഞോളൂ. ഈ മണ്ഡലത്തിൽ കരുത്തുറ്റമായി ജനങ്ങൾക്കിടയിൽ 5 വർഷക്കാലം ജനങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും ജനങ്ങളുടെ എന്താവശ്യത്തിലും ഒരു ബ്രാഞ്ച് സെക്രട്ടറിയുടെ ലെറ്റർ പോലും ഇല്ലാതെ നേരിട്ട് ഫോൺ വിളിക്കാൻ പറ്റിയ ഒരു MP കാസർഗോഡ് ഉണ്ടെങ്കിൽ അത് രാജ്മോഹൻ ഉണ്ണിത്താനാണ്. അടുത്ത 5 വർഷക്കാലവും രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ കാസർഗോഡ് പാർലമെന്റിൽ ശക്തമായി നിലകൊള്ളുന്നു തന്നെ പറയാം. അപ്പൊ ജനങ്ങൾക്ക് വളരെ അവൈലബിൾ ആയിരുന്നു MP. ഇവിടെ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന അശ്വിനി ഈ പ്രാവശ്യം വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്തുകൊണ്ട്? കാരണം പറയാം. കാരണം ഇപ്പോ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും പ്രതിനിധികൾ ഇപ്പൊ പറഞ്ഞ അതിന് ഉദാഹരണം കാസർഗോഡ് മണ്ഡലത്തിൽ 3000 കോടി കൊണ്ടുവന്നു എന്ന് PP ദിവ്യ പറഞ്ഞു. 900 കോടിയിലധികം കാസർഗോഡ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ബ്രിജേഷ് കുമാർ പറഞ്ഞു. പിന്നെ എന്തിനാണ് ഇതിൽ കൂടുതൽ വികസനം? പിന്നെന്താ വേണ്ട? ഇതിൽ കൂടുതൽ വികസനം പിന്നെ പറയണം. മോദിയുടെ ഗ്യാരണ്ടി NDA പിന്നെ പറയേണ്ട ആവശ്യമില്ല. NDA കൊണ്ടുവരുന്നതല്ല ഇവിടെ തന്നെ ഉള്ളത്. എവിടെ കൊണ്ടുപോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ട് എല്ലാം. 32 കോടി റെയിൽവേ വികസനം നടക്കുന്നു പയ്യന്നൂര്. ഇതാരെ എവിടുന്ന കൊണ്ടുവന്നത്? ചേച്ചി പറഞ്ഞത് കേന്ദ്രം നമുക്ക് കേരളത്തിന് പണം തരാത്തത് കൊണ്ട് നമ്മുടെ സിവിൽ സപ്ലൈസ് സാധനങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നു. ഇത് പണമല്ലാതെ നെല്ല് തന്നിട്ട് നടക്കുന്ന വികസന എല്ലാം പണമല്ലേ? സംഭരണ തുക കൊടുത്തില്ല. കൊടുത്ത ആവശ്യത്തിന് ചെലവാക്കണം. അല്ല, നെല്ല് സംഭരണ 750 കോടി കൊടുക്കാനുണ്ട്. 750 കോടി നമ്മൾ പണം കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ആവശ്യത്തിന് പണം കൊടുത്തു കഴിഞ്ഞാൽ ആ ആവശ്യത്തിന് ഉപയോഗിക്കണം. വകമാറ്റി ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പൊ 1390 കോടി കൊടുത്തിരിക്കുന്നത് കടം മേടിക്കാനുള്ള അനുമതിയാണ്, അല്ലാതെ കിട്ടാനുള്ള പൈസയല്ല. അത് മനസ്സിലായില്ലേ? നമ്മൾ കടം വാങ്ങിക്കാനുള്ള പരിധി കൂട്ടണം എന്ന് പറഞ്ഞിട്ട് ആ കേസിന് മനസ്സിലാക്കണം. ഇത്തവണ അശ്വിനി വരുമെന്നാണ്. വരും 100% ഉറപ്പ്. എന്താ ചേട്ടാ ഇവിടുത്തെ ഒരു സാധ്യത മണ്ഡലത്തില്? ഈ തെരഞ്ഞെടുപ്പില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിക്കും. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ ഇപ്പോൾ നിലവിലുള്ള MP ഈ MP യെ കാണണമെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റിന്റെ മേലെ നോക്കണം. ഹൈമ